പല മാധ്യമങ്ങളും നേരത്തെ ഡിസ്കസ് ചെയ്യാൻ കേട്ടിട്ടുണ്ട്. ഷാഫി അടുത്ത മുഖ്യമന്ത്രിയാകും എന്നുള്ള ക്യാമ്പയിൻ ഉണ്ടായി കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഷാഫി പലപ്പോഴും മലബാറിലെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായി ക്രൗഡിനെ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ക്രൗഡിൽ എങ്ങനെയുള്ള ആളുകളാണ് എന്താണ് എന്നുള്ളതൊക്കെ സംശയകരമാണ് എന്നുള്ളതാണ് ഇവരൊക്കെ ഉന്നയിക്കുന്ന വാദം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള നരേറ്റീവ്സ് പലപ്പോഴും വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻഡ് ഓഗസ്റ്റിൻ പറഞ്ഞേക്കുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഷാഫി പറമ്പിൽ കൈകാര്യം. പക്ഷെ ഒരു തെളിവുമില്ലാതെ നമ്മൾ ഒരു തികഞ്ഞ മതേതരവാദിയായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അത് കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിന് ഒരു വെല്ലുവിളിയല്ലേ? അല്ല, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നമുക്കറിയില്ല ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്ന്, കാരണം പ്രകടമായ തെളിവുകളൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കത് ഒറ്റയടിക്ക് അങ്ങോട്ട് വെറുതെ തള്ളിക്കളയാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വടകരയിൽ നമ്മൾ കണ്ടിട്ടുള്ള ചില പ്രവണതകൾ എങ്ങനെയാണ് അവരെ കൃത്യമായിട്ട് ഇത്തരത്തിലേക്ക് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നൊരു കാര്യം. അതുപോലെ കോഴിക്കോട് ഷാഫി നയിക്കുന്ന പ്രചരണങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു കൺസോൾട്ടേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഷാഫിയുടെ കീഴിലുള്ള ഒരു സൈബർ ടീം ഇതിനു വേണ്ടി വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഇത്രയും കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർ പോലും പറയുന്നൊരു കാര്യം, തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, ചില ആളുകൾ കോൺഗ്രസിനകത്തുള്ള ആളുകൾ പോലും പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയും ഭീഷണിയുമാണ് എന്നാണ് പറയുന്നത്. എന്തിന്? കോൺഗ്രസിന് ഭീഷണിയാണ്. കാരണം ലോങ് ടൈമിലേക്ക് ഇത് കോൺഗ്രസിനെയും കൂടി തകർക്കും. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഒരു പ്രോ മുസ്ലിം നിലപാടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJPക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർ ഒന്നിക്കുമെന്ന് പറയാനുള്ള ഒരു സാഹചര്യം എന്ത് ചെയ്യും? ഒരുക്കും. ഇപ്പോൾ പോലും ഈ പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ള സംഭവം അത് വലിയ തോതിൽ കത്തിക്കുകയും അതെല്ലാം ഗ്രൗണ്ട് ലെവലിലേക്ക് ആളുകളെ കൊണ്ട് അറിയിപ്പിക്കുകയും ചെയ്തത് ഷാഫിയുടെ ബുദ്ധിയാണെന്നുള്ള ആരോപണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് പ്രകടമായിട്ട് ഒരു തെളിവുകളുമില്ല. അതുകൊണ്ട് ഷാഫി ഫ്രീ ആണ്, നമുക്ക് ഷാഫിയുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത്തരത്തിൽ ക്രൗഡ് ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടി കൂടി പഠിക്കേണ്ടതാണ്.